ആ ഒരു ഡിസ്റ്റൻസ് ഓള് പെട്ടെന്നൊരു കുഞ്ഞിത്താത്തയായി. അപ്പൊ ഓൾക്ക് അക്സെപ്റ്റ് ചെയ്യാ വെച്ചാൽ ഇവള് മിക്കവാറും മോനായിട്ടാണല്ലോ കൂടുതൽ നടക്കുക. അതായത് ഇപ്പൊ ചെറിയ കുട്ടി പാല് കൊടുക്കണം, അതിനാണ് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുക. മറ്റേതിനും കെയർ ചെയ്യണം, രണ്ടും പാടും ഓൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ. അപ്പൊ കൂടുതൽ എന്താന്ന് വെച്ചാൽ ഞാനധികം മോളെ കൊണ്ട് പോക്കാണ്. ഞാൻ നാട്ടിലോട്ട് പോവും. അങ്ങനെ മോക്ക് ഇഷ്ടപ്പെട്ടോ മോനെ? കളിക്കാനൊക്കെ പോകുന്നുണ്ടോ? ചെലപ്പോ കളിക്കും, ചെലപ്പോ റിമോട്ടോട്ട് തലക്കടിക്കും. ഉപദ്രവമൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയുന്നില്ലാവോ, അറിയാനുള്ള പ്രായം ആയില്ലല്ലോ, ചെറുതല്ലേ. പക്ഷെ എന്നാലും നമ്മളെ എടുക്കുമ്പോ ഇടങ്ങേറുണ്ട്. അതായത് അത് ഉണ്ടാവും, കാരണം ഇങ്ങനെ നോക്കൂ, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അത് കാണുമ്പോ നമുക്ക് ചെറിയൊരു ഇടങ്ങേറ്. കുട്ടീനെ ആരാ എടുത്ത വെച്ചാല് ഓളെ പിന്നെ ഒരു മൈൻഡ് വെക്കൂല. ഇപ്പൊ ഉമ്മന്റെ അടുത്താണെങ്കിൽ ഉമ്മ വിളിച്ചാലൊന്നും പിന്നെ പോവില്ല. അങ്ങനെ ഉണ്ട്. കുറച്ചും കൂടി വലുതാവുമ്പോ മോക്ക് കുറച്ചും കൂടി ഇതാവല്ലേ ഉള്ളൂ, എന്നെ നോക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ചെറുതല്ലേ. നമ്മള് കൂടുതൽ ഓളെ കെയർ ചെയ്യാൻ നോക്കും. അപ്പോ ഇപ്പൊ നമ്മുടെ പേരിടൽ ചടങ്ങായിരുന്നു കുറച്ച് വൈറലായി നിന്നോണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പേരിട്ടു അല്ലെങ്കിൽ മുസ്ലിം കുട്ടിക്ക് എന്തെങ്കിലും ക്രിസ്ത്യൻ പേരിട്ടു എന്ന ചോദ്യമാണ് പലരും ഇങ്ങനെ ഉയർന്നു വന്നോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? മുസ്ലിം കുട്ടിക്ക് ക്രിസ്ത്യൻ പേരിട്ടു എന്നുള്ളതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മള് മോൾക്കുള്ള പേരാണ് കണ്ടുവച്ചിരുന്നത്. മോന് ഞങ്ങൾ പേര് ഇട്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, നമ്മളെ മൂത്ത കുട്ടിയുടെ പേര് അലേഹ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്